നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അത്യാധുനിക മീഡിയം വെയ്റ്റ് യുദ്ധവിമാനമായ തേജസ് MK2 പദ്ധതി നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ പ്രോട്ടോടൈപ്പിന്റെ നിർമ്മാണവും പ്രധാന സംവിധാനങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കവേ ഈ വർഷം ഒക്ടോബറിൽ വിമാനത്തിലേക്ക് ആദ്യമായി വൈദ്യുതി കടത്തിവിട്ടുള്ള പവർ ഓൺ പരിശോധനകൾ നടത്താൻ വിദഗ്ധർ ലക്ഷ്യമിടുകയാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ചീഫ് ടെസ്റ്റ് പൈലറ്റ് ഹർഷവർദ്ധൻ താക്കൂർ തേജസ് MK2വിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം ഇതിനിടയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. തേജസ് MK2 കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തേജസ് MK2 കാണാൻ വളരെ മനോഹരമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഭാവിയിൽ വിമാനം പറത്തി പരിശോധിക്കേണ്ട ടെസ്റ്റ് പൈലറ്റുകളിൽ ഒരാളിൽ നിന്നുള്ള ഈ പ്രതികരണം പദ്ധതിയുടെ പുരോഗതിയിലേക്ക് കൂടിയായിരുന്നു വിരൽ ചൂണ്ടിയത്. എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്ത ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ വിമാനം നിലവിലുള്ള തേജസ് MK1A മോഡലുകളേക്കാൾ വളരെ വലുതും ശക്തവുമാണ്. പുറം ചട്ടക്കൂട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ നിന്ന് വിമാനത്തിന്റെ ഡിസ്പ്ലേ സ്ക്രീനുകൾ, റേഡിയോകൾ, ഫ്ലൈറ്റ് കൺട്രോളറുകൾ, മിഷൻ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം നിരത്തുവെച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് ഒക്ടോബറിലെ ഈ പരിശോധന. ഉയർന്ന ഇന്ധനശേഷിയുള്ള ഈ 4.5 തലമുറ വിമാനത്തിൽ അത്യാധുനിക റഡാറുകളും സെൻസറുകളും കൂടുതൽ ഭാരമേറിയ ആയുധങ്ങളും ഘടിപ്പിക്കാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ശേഷിയുള്ള യുദ്ധവിമാനം ലഭ്യമാക്കുന്നതിനൊപ്പം വലിയ കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിൽ ഇന്ത്യൻ എയ്റോസ്പേസ് കമ്പനികൾക്ക് വലിയ പരിചയസമ്പത്ത് നൽകാൻ ഇത് സഹായിക്കും. ഒരു പുതിയ യുദ്ധവിമാനത്തിന്റെ വികസനത്തിൽ പവർ ഓൺ ഘട്ടം ഏറെ നിർണായകമാണ്. വിമാനത്തിന്റെ ഘടനാപരമായ നിർമ്മാണത്തിൽ നിന്ന് അതിലെ ഇലക്ട്രോണിക് വൈദ്യുത സംവിധാനങ്ങളുടെ യഥാർത്ഥ പരിശോധനയിലേക്കുള്ള മാറ്റമാണ് ഈ ഘട്ടം സൂചിപ്പിക്കുന്നത്. വിമാനത്തിൽ വൈദ്യുതി ലഭ്യമാക്കിയ ശേഷം ഡിസ്പ്ലേകൾ, റേഡിയോകൾ, ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങൾ, മിഷൻ കമ്പ്യൂട്ടറുകൾ, സെൻസറുകൾ തുടങ്ങിയവ പരസ്പരം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എഞ്ചിനീയർമാർ പരിശോധിക്കുന്ന ഘട്ടമാണിത്. കേബിളുകളിലോ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലോ എന്തെങ്കിലും തകരാറുകളോ ഷോർട്ട് സർക്യൂട്ടുകളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഈ പരിശോധന സഹായിക്കും. ഈ പരിശോധനകൾ വിജയകരമായാൽ മാത്രമേ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ പറക്കലിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. തേജസ് MK1, MK1A എന്നിവയിലെ F404 എഞ്ചിനുകൾക്ക് പകരം കൂടുതൽ ശക്തിയുള്ള ജനറൽ ഇലക്ട്രിക്കൽ F414 എഞ്ചിനാണ് MK2വിൽ ഉപയോഗിക്കുന്നത്. അധിക എഞ്ചിൻ കരുത്ത് കൂടുതൽ ആയുധഭാരം വഹിക്കാനും മികച്ച പ്രകടനം കൈവരിക്കാനും വിമാനത്തെ സഹായിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ യുദ്ധവിമാനങ്ങൾക്കും ഭാവിയിലെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCയ്ക്കും ഇടയിലെ പ്രധാന കണ്ണിയായിട്ടാണ് തേജസ് MK2വിനെ കണക്കാക്കുന്നത്. സ്റ്റെൽത്ത് ശേഷികൾക്ക് പ്രാധാന്യം നൽകുന്ന AMCയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ എണ്ണത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ശക്തമായ 4.5 ജെൻ യുദ്ധവിമാനമായിരിക്കും MK2. MK2 നിർമ്മിക്കുന്നതിനായി കൂടുതൽ സമയമെടുത്തിട്ടുണ്ടെങ്കിലും ഒക്ടോബറിലെ പവർ ഓൺ ഘട്ടം വിജയകരമാകുന്നത് പദ്ധതിക്ക് വലിയ മുന്നേറ്റമാകും. അതിനു പിന്നാലെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി പ്രോട്ടോടൈപ്പിന്റെ ആദ്യ പറക്കലിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം. തേജസ് MK2 യുദ്ധവിമാനം തേജസ് ശ്രേണിയിലെ ഒരു പുതുതലമുറ വിമാനം മാത്രമല്ല, വലിപ്പമേറിയ എയർ ഫ്രെയിം, കൂടുതൽ ശക്തമായ എഞ്ചിൻ, ഉയർന്ന ആയുധവാഹന ശേഷി, ആധുനിക സെൻസറുകൾ എന്നിവയിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ശേഷിയുള്ള തദ്ദേശീയ യുദ്ധവിമാനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതോടൊപ്പം വലിയതും സങ്കീർണമായ യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് നിർണായക അനുഭവം നൽകാനും തേജസ് MK2 പദ്ധതിക്ക് കഴിയും.